റിവോൾവർ റിംഗോ ഇന്ന് തിയേറ്ററുകളിലെത്തുകയാണ്. നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ തത്സമയം ചേരും. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഒരുപാട് ചിത്രങ്ങൾ റിലീസാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് റിവോൾവർ റിംഗോയിലൂടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് രാവിലെ എന്നാണ്. എങ്ങനെയാണ് വിഷ്ണു? വെള്ളിയാഴ്ചയാണ്, റിലീസിംഗ് ഡേ ആണ്. വിഷ്ണുവിന് എങ്ങനെ ടെൻഷൻ രാവിലെയാണോ? ഇല്ലില്ല, ടെൻഷനൊന്നുമില്ല. ടെൻഷനൊന്നുമില്ല. ഇത് റിവോൾവർ റിംഗ് കുട്ടികളുടെ ഒരു സിനിമയാണ്. ഒരു വെക്കേഷന് കുട്ടികൾ ഒത്തുകൂടുന്ന അങ്ങനെ ഒരു പരിപാടി. അപ്പൊ എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ക്യൂട്ട് സിനിമയാണ്. അപ്പൊ അതെന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ അതിൽ എന്താ പറയുക, വലിയൊരു രസകരമായിട്ടുള്ള ത്രെഡ് ഉണ്ട്. അതായത് ഒരു ഹിറ്റായിട്ടുള്ള സിനിമ, ആ സിനിമയുടെ റീമേക്കിങ്ങിന് ശ്രമിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ. അവർക്ക് വലിയ ധാരണയൊന്നുമില്ല സിനിമയെ പറ്റി, എങ്ങനെ സിനിമ ചെയ്യണമെന്നൊക്കെ. പക്ഷേ അവിടെ സഹായിക്കാനായി ഇതാ എത്തുകയാണ്. എന്താണ് വിഷ്ണുവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്? ഇതിൻ്റെ ഒരു ഒഴുക്ക് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് സമയത്തൊക്കെ? എൻ്റെ ക്യാരക്ടർ പ്രിയേഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഇയാൾ ഈ 2000-ന്റെ തുടക്കങ്ങളിലൊക്കെ കുറെ ആൽബങ്ങളും മലബാർ സൈഡിൽ ഹോം സിനിമാസ് ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സമയമുണ്ടല്ലോ. അതെ, ആ സമയത്ത് കുറച്ച് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ എന്റെ പെങ്ങടെ മോനായിട്ടാണ് ശ്രീപദ് അഭിനയിക്കുന്നത്. അപ്പൊ അവൻ വന്നിങ്ങനെ നിർബന്ധിച്ച് മാമനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മിന്നൽ മുരളിയുടെ അഡാപ്റ്റേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരണതും. അപ്പൊ ഈ പഴയ സിനിമാ മോഹമൊക്കെ ഉള്ളിൽ കിടക്കണോണ്ട് പിള്ളേരുടെ കൂടെ അതൊന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതായത് ഈ സംവിധായകൻ കിരൺ പറഞ്ഞ് കേട്ടിരുന്നു, അതായത് ഇന്ത്യാന ജോൺസിൻ്റെ ഒരു റീമേക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു റീമേക്ക് കുട്ടികളായിട്ട് 10-12 വയസ്സുള്ള പിള്ളേർ ഏതാണ്ട് 6-7 വർഷം എടുത്ത് റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു. അത് നമ്മൾ എടുത്തത് മിന്നൽ മുരളിയാണ്, കേരളത്തിലെ ഇറങ്ങിയൊരു സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ, അപൂർവ ചിത്രങ്ങളിൽ ഒന്ന്. അപ്പോൾ എന്താണ് മിന്നൽ മുരളി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള സാഹചര്യം പോലും? നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അടുത്തറിയുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയാണല്ലോ മിന്നൽ മുരളി. അതെ, നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ അത് എന്തുകൊണ്ട് മിന്നൽ മുരളി എന്നുള്ളതിനുള്ള ഒരു ഉത്തരവും സിനിമയിലുണ്ട് കേട്ടോ. അപ്പൊ അതിലെന്തോ ഉണ്ട്. അതിലുണ്ട്. അതിനൊരു ട്രാക്ക് ഉണ്ട്, ഒരു കഥയുണ്ടല്ലേ? ഓക്കെ. ഇനി ഇത് കുട്ടികളുടെ മാത്രം സിനിമയാണോ? അതായത് എല്ലാ ഫാമിലിക്ക് ഫുൾ പോയാൽ ആസ്വദിക്കാൻ പറ്റുന്നതാണോ, അതോ കുട്ടികളുടെ ഒരു നിർബന്ധത്തിൽ പോയി കണ്ട സിനിമയാണോ? അങ്ങനല്ല, കുട്ടികളുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു സിനിമയാണ്. കുട്ടികളെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യുന്നതിന്റെ, പക്ഷെ ഇത് ഒരു ഫാമിലി ഇമോഷൻസ് പറയുന്ന, കുടുംബത്തിലെ ബന്ധങ്ങളുടെ കഥയൊക്കെ പറയുന്ന ഒരു നന്മയുള്ള ഒരു നാട്ടുമ്പുറത്തെ ഒരു സിനിമ. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഈ വിഷ്ണുവിൻ്റെ കുട്ടിക്കാലമൊക്കെ ഈ ചിത്രീകരണത്തിനിടയിൽ ഓർമ്മ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന് ചെറുപ്പകാലത്തിൽ ഈ സിനിമാ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം ആലോചനകളോ ഇത്തരം ഇഷ്ടങ്ങളും ക്രേസുകളും ഒക്കെ ഉണ്ടായിരുന്നു? സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഇപ്പോഴത്തെ എന്റെ ചൈൽഡ്ഹുഡായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ അറിവാണെങ്കിലും അവർക്കുള്ള അതിനെക്കുറിച്ചും ഈ സിനിമയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതായത് ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ ചെറുപ്പകാലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ ചെറുപ്പകാലം ഇവർക്ക് കിട്ടുന്ന ആക്സസ് ഇൻഫർമേഷൻസിലേക്കുള്ള അത് ഭയങ്കര വലുതാണെന്ന് കാണിക്കുന്ന പരിപാടികളും ഉണ്ട് ഈ സിനിമയിൽ. അതെ, ഉറപ്പായിട്ടും. ഇനി മറ്റൊന്ന്, ഈ ഒരു കുട്ടിപ്പട്ടാളത്തിന്റെ ഒരു ഒപ്പമായിരുന്നിരിക്കുമല്ലോ ഈ ലൊക്കേഷൻ സമയത്ത് ഫുള്ള് സഞ്ചാരമൊക്കെ. അതെങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു? അത് പൊളിയായിരുന്നു. ഇപ്പൊ ഈ നമ്മളൊക്കെ കുറെ വർഷമായിട്ട് സിനിമയിലുണ്ട്. അപ്പൊ ഇവരുടെ ഇതൊക്കെ എന്തെങ്കിലും പഠിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടികൾ വന്നേക്കുന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞെങ്കിലും പിള്ളേരുടെ നിന്നാണ് നമ്മളൊക്കെ പഠിച്ചത് പല കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ ഒരു ആക്ഷൻ പറഞ്ഞാൽ അവരും സ്പോണ്ടേനിയസ് ആയിട്ട് വരും തോന്നുന്നില്ല. ഈ ക്യാമറ ഫിയറോ അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഒരു ജനിക്കുമ്പോ തുടങ്ങി കാണുന്നല്ലേ ക്യാമറ. നമ്മളെ എപ്പോഴാ ക്യാമറ ഓർത്ത് നോക്കിയാ. അപ്പോ പിന്നെ ഇവര് യൂണോ കാർഡ്സ് ഒക്കെ കളിക്കാൻ നമ്മൾ പഠിപ്പിച്ചു. ഗ്യാപ്പിലൊക്കെ ഞങ്ങള് യൂണോ കാർഡ്സ് കളിയൊക്കെയാണ്. ഓക്കെ. ഇനി
ഇനി ഈ സിനിമയിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണണം എന്ന് വിഷ്ണു പറയാനുള്ള ഒരു കാരണം എന്തായിരിക്കും പ്രേക്ഷകരോട്? ഞാൻ ഉറപ്പായിട്ടും കാണണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതൊരു രസമുള്ള സിനിമയാണ്. എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ പണ്ട് നമ്മൾ മാനുവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അപ്പൊ അതിലൊക്കെ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, മീൻസ് കുട്ടികളൊക്കെ കൂടി ഒത്തുചേർന്ന് അവര് എല്ലാരും കൂടി വെക്കേഷൻ സമയത്ത് ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നതും, അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ തോന്നും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിലങ്ങനെ പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു പരിപാടിയായിട്ട് നടക്കുന്നതും അതിന് പക്ഷെ ഒരുപാട് തടസ്സങ്ങളാണ്. ഇത് ചെയ്തെടുക്കാൻ പറ്റാത്തതിന്റെ ഓരോ ബുദ്ധിമുട്ടുകള്, ഫാമിലിയിലെ പ്രശ്നങ്ങള്, ഇതൊക്കെ കൂടി രസമായിട്ട് പോകുന്ന ഒരു കഥയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രഞ്ജിന്റെ നല്ല മനോഹരമായ 2 പാട്ടുകളുണ്ട് കൈതപ്രം തിരുമേനിയാണ് എഴുതിയിട്ടുള്ളത്. പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല എന്താ പറയാ, വളരെ ഇഷ്ടം തോന്നും ഈ സിനിമയോട്. ഈ റിവോൾവർ റിംഗോ എന്നുള്ള ആ പേര് അത് എവിടെ നിന്നാണ്? അത് എനിക്ക് പഴയ ഒരു കോമിക് നെയിമാണോ? അതെ അതെ അതെ, മലയാളത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇരുമ്പ് കൈ മായാവി, CID മൂസ, റിവോൾവർ റിംഗോ, ഇതൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു 80 കാലഘട്ടത്തിലുള്ള ഒരു കോമിക്സിന്റെ ക്യാരക്ടേഴ്സാണ്. അപ്പോ അതിൽ നിന്ന് എടുത്തതാണ് ആ പേരെന്നാണ് കിരൺ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, 2016 എനിക്ക് തോന്നുന്നു കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എത്തുന്നു. അപ്പോൾ ഈ നായകനൊക്കെ ആയി എത്തി ഇപ്പോൾ സിനിമയിൽ ഏതാണ്ട് അതായത് സ്ക്രീനിന് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ 10 വർഷങ്ങളാകുവാണ്. ഈ 10 വർഷത്തെ ഒരു അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് ഈ അവസാനത്തെ 10 വർഷം എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന്? അടിപൊളിയല്ലേ. നമ്മള് കുഞ്ഞുനാളില് ആഗ്രഹിച്ച ഒരു എന്താ പറയാ, സ്വപ്നം കണ്ട ഒരു സ്പേസിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മള് പുറകിലേക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം ബോണസാണ്, കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം ബോണസാണ്. അതെ അതെ, ഉറപ്പായിട്ടും അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ സിനിമയുടെ സംവിധായകൻ കിരണിൻ്റെ ഒപ്പമുള്ള ആ വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ പോലെ കുട്ടി വൈവായിട്ട് പോവുകയായിരുന്നോ അതോ വളരെ ഗൗരവത്തിലാണോ കിരൺ ഇടപെടുക? ഇല്ല, പിള്ളേരുടെ മനസ്സാണ് കിരണം. അതുകൊണ്ട് തന്നെ ഇത് എഴുതാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമായിരുന്നു ലൊക്കേഷനിൽ. പിന്നെ നമ്മുടെ പാഷാണം ഷാജിയായിട്ട് ഉള്ള സാജു ചേട്ടനുണ്ട് പടത്തില്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. അതെ അതെ അതെ, ലാൽചാനുണ്ട്, വിജിലേഷ് ഉണ്ട്, പിന്നെ അഞ്ജലി ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നല്ല രസമായിരുന്നു ലൊക്കേഷനിൽ. ഞാൻ കോഴിക്കോടായിരുന്നു ഷൂട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പല പല സ്ഥലത്തേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. അതെ അതെ അതെ, നമ്മുടെ ഡയറക്ടർ കിരൺ ഭയങ്കര ഫുഡിയാണ്. ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് കളിയൊക്കെ ചെയ്യുന്നു ലൊക്കേഷനിൽ. നമ്മള് ഇന്ന് ഷൂട്ട് ലൈറ്റ് പോണതിന് മുമ്പ് ആ ഷോട്ട് എടുക്കുക എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും കിരൺ പറയണത്, നമ്മളാ രാവിലെ പത്തല് കഴിച്ച ഹോട്ടലിൽ നിന്ന് 2 പത്തല് പാഴ്സൽ മേടിപ്പിക്കാറുണ്ട്. പത്തൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മറ്റേ വടി ആ സാധനം അല്ല. കോഴിക്കോട് പത്തൽ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഒരു, അതെ അതെ അതെ. അപ്പൊ നമ്മൾ പത്തല് വാങ്ങിക്കാനോ മര്യാദക്ക് അഭിനയിക്കാത്തോണ്ട് നല്ല അടി തരാൻ വേണ്ടിയാണെന്ന് വിചാരിക്കും. ഓക്കെ, എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഒക്കെ ഒരു വെക്കേഷൻ സമയമൊക്കെ? ഈ വെക്കേഷൻ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്ന സമയമാണ് ഇപ്പോൾ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ പോലെ ഈ പറമ്പിലൊക്കെ നടന്ന് അല്ലെങ്കിൽ ക്രിക്കറ്റ് മടൽ വെട്ടി ക്രിക്കറ്റ് കളിക്കുക ആ പരിപാടിയൊന്നും ഇല്ല എങ്കിൽ പോലും വിഷ്ണു ഓർത്തെടുക്കുന്ന ഒരു സമ്മർ വെക്കേഷൻ എന്താണ് വിഷ്ണു? ഞാൻ ചെറുപ്പത്തില് വെക്കേഷൻ ആയാലും നേരെ അമ്മാവന്റെ വീട്ടിലൊക്കെ പോകും. പിന്നെ കുറച്ച് ദിവസം അവിടെ ആയിരിക്കും. എനിക്ക് 3 അമ്മാവന്മാരാണ്. അപ്പൊ മാറി മാറി എല്ലായിടത്തും പോയി വരുമ്പോഴത്തേക്ക് വെക്കേഷൻ തീരും. അതായിരുന്നു തീരെ കുഞ്ഞിലുള്ള വെക്കേഷൻ. പിന്നെ നമ്മൾ കുറച്ചുകൂടി വലുതായപ്പോ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ അതുമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വിഷ്ണു എല്ലാവിധ ആശംസയും നേരുന്നു. ഈ പറയുന്ന പോലെ വളരെ നന്മയുള്ള നല്ലൊരു ചിത്രമായിരിക്കുമെന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും പോകണം. ഒരുപാട് വിധ എന്താ പറയുക, നല്ലൊരു സിനിമയായിട്ടും നല്ലൊരു കളക്ഷൻ കിട്ടുന്ന ഹിറ്റാവുന്ന ഒരു ചിത്രമായി മാറട്ടെ, സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ്ണുവിന് എന്തെങ്കിലും ഇനി പ്രേക്ഷകരോട് പറയാനുണ്ടോ ഒരിക്കൽ കൂടി അവസാനമായി?
താങ്ക് യു. വേറൊന്നും പറയാനില്ല. എല്ലാവരും കഴിയുന്നത് ഈ സിനിമ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച് വിഷ്ണു. എന്തായാലും റിവോൾവർ റിംഗോ ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ചേർന്നത്. വിഷ്ണുവാണ് ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. വിഷ്ണു വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചിത്രത്തിൻ്റെ ലൊക്കേഷൻ സമയത്തെയും ആ ചിത്രത്തിൻ്റെ ഒരു സാധ്യതയെ പറ്റിയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.